മനുഷ്യരെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അവരൊരു പൊട്ടന്മാരല്ലേ. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കുറേ കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്നു. പക്ഷേ അവൻ്റെ ജീവിതം അവൻ ഒരിക്കലും എൻജോയ് ചെയ്യുന്നില്ല. ആർക്കു വേണ്ടി അധ്വാനിക്കുന്നു എന്ന് ചിന്തിച്ചാൽ പോലും അവനൊന്നും പറയാൻ ചില സമയത്തൊന്നും കാണില്ല. ചിലപ്പോൾ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ മക്കൾ അവരെ നോക്കുന്നുണ്ടോ എന്നൂടെയാണ് സംശയം. അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. നമുക്ക് കിട്ടുന്ന കൊച്ചു ജീവിതം നമ്മൾ കുറച്ചൊക്കെ ആസ്വദിച്ച് ഈ ലോകത്തു നിന്ന് കടന്നു പോകണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന സമ്പാദ്യം അവിടെ കിടക്കും. നമ്മളൊരു ദിവസം അങ്ങേ ലോകത്തോട്ട് പോവുകയും ചെയ്യും. ഇവിടെയുള്ളവർ അടിച്ചു പൊളിച്ച് ജീവിക്കും. നമ്മുടെ ജീവിതത്തെ കണ്ണീരും ദുഃഖം മാത്രം നമുക്ക് ഒന്നും നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാനില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമുക്ക് കിട്ടുന്ന സമയം നല്ല സമയങ്ങൾ നമ്മൾ ഇടയ്ക്ക് യാത്രകളൊക്കെ ചെയ്ത് നമ്മുടെ സന്തോഷം കണ്ടെത്തണം. അങ്ങ് ഞങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ അല്പം നാട്ടിലെ സ്ഥലങ്ങളൊക്കെ കണ്ട് സന്തോഷമായിട്ട് ഞങ്ങളങ്ങനെ വാഴച്ചാലിലൊക്കെ പോയി വെള്ളത്തിൻ്റെ ആ സുന്ദരമായ ചാട്ടങ്ങളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് കണ്ണിനും മനസ്സിനും ഒരു കുളിർമ നൽകുന്ന നല്ല അന്തരീക്ഷം. നമുക്കിങ്ങനെയുള്ള അന്തരീക്ഷങ്ങളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞാലല്ലേ നമുക്കൊക്കെ ഒരു മനസ്സ് നമ്മുടെ ഈ കഷ്ടപ്പാടിൽ നിന്നൊക്കെ അതൊന്നൊക്കെ വിട്ടു നിറി വേറൊരു അന്തരീക്ഷം നമുക്ക് വേണ്ടി നമ്മൾ കണ്ടെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. ഈ സമ്പാദ്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചൊക്കെ ഉപയോഗിച്ച് നമ്മളേലും ആസ്വദിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമ്പാദിച്ച് മുഴുവൻ വെച്ചിട്ട് അങ്ങേ ലോകത്തോട്ട് പോകാതെ നമ്മുടെ കാലങ്ങൾ നമ്മൾ അല്പമൊക്കെ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതം? അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള, നമ്മൾ ആസ്വദിക്കണം. നമ്മുടെ ടൈം ഒത്തിരി വിലപ്പെട്ടതാണ്. അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ ചിലവഴിച്ച്, അതായത് നമ്മളിങ്ങനെ ഫുൾ ഓവർ ടൈം ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ചത്ത് കിടക്കാതെ നമ്മൾക്ക് അത് ബെസ്റ്റായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. അപ്പം ഞാനങ്ങനെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിലൂടെ എനിക്ക് എൻ്റെ ടൈം നല്ല രീതിയിൽ ഉപയോഗിച്ച് എൻ്റെ ജോലിയുടെ സമയങ്ങളൊക്കെ കുറച്ച് എനിക്കിതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് ഇവിടെ മാനുകളൊക്കെ കിടക്കുന്ന നല്ല അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ കിട്ടുന്ന ഹോളിഡേയ്സൊക്കെ നമുക്ക് ഒത്തിരി തമ്മിൽ പ്രത്യേക അനുഭൂതിയല്ലേ. നിങ്ങൾ ഹോളിഡേയ്സ് പോകാത്തവരൊക്കെ പോയി തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഹോളിഡേയ്സൊക്കെ പോയി നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലാക്കണം. നിങ്ങൾക്ക് കൂടുതൽ സമയം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കണക്ട് ചെയ്യുക. നല്ല ഹോളിഡേയ്സ് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ സമയം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് അത് നേടിക്കൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും മുമ്പോട്ട് പോകാം. അതിങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും മുമ്പോട്ട് പോകുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, are you thinking about a plan B? Connect with us and I'm there to help you and guide you throughout your new journey. You don't need to be afraid. You can start from zero knowledge and you will be gaining all the knowledge and we will give all the training. Thanks for watching.